ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം നമോമി തുഞ്ചത്തെഴുമാര്യവാദം. നമസ്കാരം. പുണ്യപ്രദമായിട്ടുള്ള ഈ കർക്കിടക മാസത്തിൽ, അതും ചാതുർവർണ്ണ്യമാസമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, രാമായണ മാസമായിട്ട് നമ്മൾ കർക്കിടകം ആചരിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഇത് പുണ്യം നേടാനുള്ള ഒരു കാലമായിട്ടാണ് പൂർവികർ കരുതിയിട്ടുള്ളത്. ശ്രീരാമചന്ദ്രസ്വാമി പോലും അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രകൃതി ചാതുർമാസ്യമാകുലാൽ എന്നാണ് പറഞ്ഞത്. സീതാന്വേഷണമൊക്കെ ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ച് നമുക്ക് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രവർഷണ പർവ്വതത്തിൻ്റെ മുകളിൽ അങ്ങനെ ലക്ഷ്മണന് ക്രിയാമാർഗോപദേശമൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് കാലം കഴിയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ രാമായണം എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് 4 വാക്ക് കേൾക്കാനോ പറയാനോ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ പുണ്യപ്രദമാണ്. കാരണം നമ്മുടെ മനുഷ്യജന്മം എങ്ങനെയാണ്, എത്രയോ യോനികളിൽ ജനിച്ച് പുണ്യം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. നാനായോനിഷു ജായന്തേ മ്രിയന്തേ ച പുനഃ കർമ്മണാരഹിതോ ദേഹോ സംയോഗേന കഥാചന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാനായോനികളിൽ ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും അഥവാ നമ്മുടെ കർമ്മഫലം കൊണ്ട്, കർമ്മവാസന കൊണ്ട് നമുക്ക് ദേഹസംയോഗം വേണ്ടി വരികയാണ്. ഇനി കർമ്മരാഹിത്യമാണ്, കർമ്മം നമ്മൾ ചെയ്ത് അവശേഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ദേഹസംയോഗം വേണ്ടി വരില്ല എന്ന്. അപ്പം നമുക്ക് ഈ മോക്ഷം, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സമ്പാദിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഈ വക ഈ സ്ഥിതിഗതികളൊക്കെ വരാം. അപ്പം അതിന് നമുക്കുള്ള ഉപാധി എന്താണ്? നമ്മുടെ വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ പാരായണം ചെയ്യുക, കേൾക്കുക. പ്രഹ്ലാദം പറഞ്ഞ മാതിരി ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, അതാണ് നമ്മുടെ ഭക്തിയുടെ പടവുകൾ. അപ്പോൾ ഈ രാമായണം പോലെയുള്ള നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ നമുക്ക് എന്താണ് നൽകുന്ന സന്ദേശം? അപ്പോൾ നമ്മളിലെ ഈ പ്രപഞ്ചത്തോടുള്ള ആസക്തി ഇല്ലാതാക്കി നമ്മളെ ഈശ്വരപാദത്തിലേക്ക് അഥവാ ഭക്തിയുടെ മാർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപകരണവും കൂടിയാണ് ഈ ഗ്രന്ഥപാരായണവും ശ്രവണവും.